പണി കിട്ടിയ കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു 1.25 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 1 kg വാനില കേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇനി ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് വേണമായിരുന്നു മുട്ട ബീറ്റ് ചെയ്യാനായിട്ട്. എന്നാലും മുട്ടയുടെ ആ ബാഡ് സ്മെൽ ഇല്ലാണ്ടിരിക്കുള്ളൂ. അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എഗ്ഗ് നന്നായിട്ട് ബീറ്റായി വന്നു കഴിഞ്ഞാൽ 1 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യാം. കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഈ ഒരു ടൈമിലാണ് വാനില എസൻസ് ഒഴിച്ചിട്ടില്ലല്ലോ എന്ന് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ടൈമിൽ ഒഴിക്കുന്നതിൻ്റെ ഗുണം ഈ ഒരു ടൈമിൽ ഒഴിച്ചാൽ കിട്ടില്ല കേട്ടോ. ആ ഒരു ബാഡ് സ്മെല്ല് മാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ടാവുക ബാറ്റർ. അപ്പോൾ 1/4 കപ്പ് പാല് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി ആവുന്നവരെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. വിത്തൗട്ട് ഓവനല്ലേ നമ്മൾ ഈ കേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. 7 ഇഞ്ചിൻ്റെ ടിന്നിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചൂടാവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ലിഡ് വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴേക്കും കേക്ക് നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. നമുക്ക് കേക്കിങ് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഈ കേക്ക് 4 ലേയേഴ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഓരോ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ക്രീം അപ്ലൈ ചെയ്യുക. ഞാൻ കുറച്ച് നട്ട്സാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാ ലെയേഴ്സും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് നമുക്കിനി ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് മാറ്റിയേക്കാം. ഇനി 1 കപ്പ് ക്രീം ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷിങ് ചെയ്യാനായിട്ടാണ്. ഇതിലാണ് നമ്മൾ കളർ ആഡ് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്കൊരു പണി കിട്ടിയിട്ടുള്ളത്. ഞാൻ ബ്ലാക്ക് ജെൽ കളറാണ് യൂസ് ചെയ്തത്. നമ്മുടെ കസ്റ്റമർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന തീം ബ്ലാക്ക് കളർ കേക്കായിരുന്നു. അവരത് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം ഞാൻ തന്നെയാണ്. ഞാൻ അവർക്ക് ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻറ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് അവരത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എത്ര കളർ ചേർത്തിട്ടും ആ ഒരു ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 5 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തെടുത്തിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീമിലോ അല്ലെങ്കിൽ പാലിലോ കുറച്ച് കളർ മിക്സ് ചെയ്തിട്ട് ക്രീമിലേക്ക് അപ്ലൈ ചെയ്താൽ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറായിട്ട് കിട്ടുമെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ മെത്തേഡും ട്രൈ ചെയ്ത് നോക്കിയിട്ടും പഠിച്ച പണി 18 നോക്കിയിട്ടും എനിക്ക് ആ ഒരു ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓവറായിട്ട് കളർ ചേർക്കാൻ എനിക്ക് വല്ലാണ്ട് പേടി തോന്നി. കാരണം അത്ര നല്ലതല്ലല്ലോ ഒരുപാട് കളർ ചേർക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു ഫോട്ടോ കസ്റ്റമറിന് വിട്ടുകൊടുത്തപ്പോൾ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ 2nd നിക്കാഹ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയ 2 year ആസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് എഴുതി കൊടുത്തിട്ട് കുറച്ച് ഗോൾഡൻ ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ട് സൈഡിൽ 2 റോസാപ്പൂവും വെച്ചൊരു റിബണൊക്കെ കെട്ടി കൊടുത്തിട്ട് കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ മനസ്സ് കണ്ടിട്ടുള്ള ആ റെഫർ പിക്കിൽ ഉള്ള പോലെ ആയിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് എന്താണ് ചെയ്യാമെന്ന് നല്ല ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹോം ബേക്കേഴ്സ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാം അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.